എല്ലാ കൂട്ടുകാർക്കും കോമ്പസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത് ഡിഫറൻസ് ബിറ്റ്വീൻ ബിസിനസ്, പ്രൊഫഷൻ ആൻഡ് എംപ്ലോയ്മെൻ്റ് ആയിരുന്നു. ആ വീഡിയോ കാണാത്തവരാണ് നിങ്ങളെങ്കിൽ ആ വീഡിയോയുടെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും മുകളിൽ സജഷൻ ബോക്സിലും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ പുതിയൊരു ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, അതായത് ക്ലാസിഫിക്കേഷൻ ഓഫ് ബിസിനസ് ആക്ടിവിറ്റീസ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് ക്ലാസിഫിക്കേഷൻ ഓഫ് ബിസിനസ് ആക്ടിവിറ്റീസ് ആണ്. എന്താണ് ബിസിനസ് ആക്ടിവിറ്റീസ്, ബിസിനസ്സിൻ്റെ ഫീച്ചേഴ്സ് എന്താണ് എന്നെല്ലാം നമ്മൾ കഴിഞ്ഞ കുറച്ച് ക്ലാസ്സുകളായി പഠിച്ചു വരികയാണ്. ആ വീഡിയോ കാണാത്തവരാണ് നിങ്ങളെങ്കിൽ ആ വീഡിയോയുടെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും മുകളിൽ സജഷൻ ബോക്സിലും കൊടുത്തിട്ടുണ്ട്. അത് കണ്ടിട്ട് വരുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത്. കാരണം ഈ വീഡിയോയിൽ നമ്മൾ ബിസിനസ് ആക്ടിവിറ്റീസിൻ്റെ ക്ലാസിഫിക്കേഷൻസ് ആണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ബിസിനസ് ആക്ടിവിറ്റീസിനെ രണ്ടായിട്ടാണ് മെയിനായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നത്. ഒന്ന് ഇൻഡസ്ട്രി എന്നും മറ്റൊന്ന് കൊമേഴ്സ് എന്നും. അപ്പോൾ ഇതിനകത്ത് തന്നെ ഒരുപാട് ക്ലാസിഫിക്കേഷൻ വരുന്നുണ്ട്. അതിൽ തന്നെ സബ് ക്ലാസിഫിക്കേഷൻസും വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം മുഴുവൻ ക്ലാസിഫിക്കേഷൻസും സബ് ക്ലാസിഫിക്കേഷൻസും ഒന്ന് പരിചയപ്പെട്ടതിന് ശേഷം ഓരോന്നായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, പഠിച്ചു വരാം. അപ്പോൾ നമുക്ക് എല്ലാ ക്ലാസിഫിക്കേഷൻസും സബ് ക്ലാസിഫിക്കേഷൻസും ഒന്ന് സ്ക്രീനിൽ കാണാം. ബിസിനസ്സിനെ മെയിനായിട്ട് രണ്ടായിട്ടാണ് ക്ലാസിഫൈ ചെയ്യുന്നത്. ഒന്ന് ഇൻഡസ്ട്രി എന്നും രണ്ട് കൊമേഴ്സ് എന്നും. ഇതിൽ കൊമേഴ്സിൻ്റെ ക്ലാസിഫിക്കേഷൻ നമ്മൾ അടുത്ത ക്ലാസ്സിലാണ് പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പോൾ ഈ ക്ലാസ്സിൽ നമ്മൾ കൂടുതലായിട്ടും ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇൻഡസ്ട്രിയുടെ ക്ലാസിഫിക്കേഷൻസും സബ് ക്ലാസിഫിക്കേഷൻസും ആണ്. അപ്പോൾ ഇൻഡസ്ട്രിയെ മെയിനായിട്ട് മൂന്നായിട്ടാണ് ക്ലാസിഫൈ ചെയ്യുന്നത്. പ്രൈമറി ഇൻഡസ്ട്രി എന്നും സെക്കൻഡറി ഇൻഡസ്ട്രി എന്നും ടേർഷ്യറി ഇൻഡസ്ട്രി എന്നും. ഇവിടെ പ്രൈമറി ഇൻഡസ്ട്രിയെ വീണ്ടും സബ് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. എക്സ്ട്രാക്റ്റീവ് ഇൻഡസ്ട്രി എന്നും ജനറ്റിക് ഇൻഡസ്ട്രി എന്നും. സെക്കൻഡറി ഇൻഡസ്ട്രിയെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. മാനുഫാക്ചറിങ് ഇൻഡസ്ട്രി എന്നും കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രി എന്നും. ഇവിടെ മാനുഫാക്ചറിങ് ഇൻഡസ്ട്രിയെ വീണ്ടും നാലായിട്ട് ക്ലാസിഫൈ ചെയ്യാം. അനലിറ്റിക്കൽ ഇൻഡസ്ട്രി, സിന്തറ്റിക്കൽ ഇൻഡസ്ട്രി, പ്രോസസ്സിംഗ് ഇൻഡസ്ട്രി ആൻഡ് അസംബ്ലിംഗ് ഇൻഡസ്ട്രി. നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കണ്ടതാണ് ബിസിനസ് ആക്ടിവിറ്റീസിൻ്റെ ക്ലാസിഫിക്കേഷൻസ്. അതായത് ബിസിനസ് ആക്ടിവിറ്റീസിനെ മെയിനായിട്ട് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഒന്ന് ഇൻഡസ്ട്രി എന്നും മറ്റൊന്ന് കൊമേഴ്സ് എന്നും. നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് ഇൻഡസ്ട്രി എന്താണ്, ഇൻഡസ്ട്രിയുടെ ക്ലാസിഫിക്കേഷൻ എന്താണ് എന്നാണ്. അപ്പോൾ നമുക്ക് ആദ്യം ഇൻഡസ്ട്രി എന്താണെന്ന് പഠിക്കാം. എന്താണ് ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാൽ? ഈ ഇൻഡസ്ട്രി എന്ന് പറയുന്ന വാക്ക് ഇതിനു മുമ്പ് നിങ്ങൾ പലയിടത്ത് കേട്ടിട്ടുണ്ടായിരിക്കാം. എന്താണ് ഇൻഡസ്ട്രി? ഞാൻ കുറച്ച് ഇൻഡസ്ട്രിയുടെ പേരുകൾ പറഞ്ഞുതരാം. ഒന്ന് ഫിലിം ഇൻഡസ്ട്രി. എന്താണ് ഈ ഫിലിം ഇൻഡസ്ട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് കുറച്ച് ഫിലിം പ്രൊഡ്യൂസേഴ്സ് എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നു? ഫിലിം പ്രൊഡ്യൂസ് ചെയ്യുന്നു. അപ്പോൾ ഫിലിം ഇൻഡസ്ട്രിയുടെ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫിലിംസ് ആണ്. വേറൊരു ഇൻഡസ്ട്രിയാണ് ടെക്സ്റ്റൈൽ കോട്ടൺ ഇൻഡസ്ട്രി. ടെക്സ്റ്റൈൽ കോട്ടൺ ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാൽ എന്താണ്? കുറച്ച് ബിസിനസ് സ്ഥാപനങ്ങൾ എന്തുൽപ്പാദിപ്പിക്കുന്നു? ടെക്സ്റ്റൈൽ പ്രോഡക്റ്റ്, അതായത് വസ്ത്രങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നു. അപ്പോൾ നിങ്ങൾ ഫിലിം ഇൻഡസ്ട്രി ആയാലും ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി ആയാലും മെയിനായിട്ട് വരുന്ന ഒരു കാര്യമാണ് പ്രൊഡക്ഷൻ, അതായത് ഉൽപ്പാദനം. ഇവിടെ എന്തെങ്കിലും ഒരു വസ്തു എന്ത് ചെയ്യാണ്? ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. അവിടെ ഫിലിം ഇൻഡസ്ട്രിയിൽ ഫിലിമാണ് ഉൽപ്പാദിപ്പിക്കുന്നത്, അതായത് ഫിലിമാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇവിടെ കോട്ടൺ ഇൻഡസ്ട്രിയിൽ വസ്ത്രങ്ങളാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. അപ്പോൾ ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാൽ മെയിനായിട്ട് എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? പ്രൊഡക്ഷനുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ദേ ആർ കണക്റ്റഡ് വിത്ത് പ്രൊഡ്യൂസിങ് ഗുഡ്സ് ഓർ മെറ്റീരിയൽസ്. അതായത് സാധനങ്ങളോ റോ മെറ്റീരിയലോ പ്രൊഡ്യൂസ് ചെയ്യുന്നതുമായിട്ടാണ് എന്ത് ബന്ധപ്പെട്ടിരിക്കുന്നത്? ഇൻഡസ്ട്രി ബന്ധപ്പെട്ടിരിക്കുന്നത്. ഈ ഇൻഡസ്ട്രി നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും, ഇവിടെ ഒരുപാട് ബിസിനസ് സ്ഥാപനങ്ങളുണ്ട്. പക്ഷേ ഇവിടെ ഒരുപാട് ബിസിനസ് സ്ഥാപനങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നത് ഒരു പ്രോഡക്റ്റാണ്. അതായത് ഒരു പ്രോഡക്റ്റ് ഉൽപ്പാദിപ്പിക്കുന്ന അല്ലെങ്കിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗ്രൂപ്പ് ഓഫ് ഫേംസിനെ നമുക്ക് എന്തെന്ന് പറയാം? ഇൻഡസ്ട്രി എന്ന് പറയാം. ഇൻഡസ്ട്രി മീൻസ് ഗ്രൂപ്പ് ഓഫ് ഫേം പ്രൊഡ്യൂസിങ് സിമിലർ ഓർ റിലേറ്റഡ് ഗുഡ്സ്. ഇതാണ് ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാൽ. അതായത് ഒരേ രൂപത്തിലുള്ള പ്രോഡക്ട്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒന്നിലധികം സ്ഥാപനങ്ങളുടെ ആ കൂട്ടായ്മയെ വിളിക്കുന്ന പേരാണ് ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാൽ. അതായത് ഒരു ഉദാഹരണം പറയാം, ഗോൾഡ് വച്ചിട്ട് ഒരുപാട് പ്രോഡക്ട്സ് ഉണ്ട്. ഉദാഹരണം റിംഗ് ഉണ്ട്, ചെയിൻ ഉണ്ട്, കുറേ ഓർണമെൻറ്റ്സ് എല്ലാം ഉണ്ട്, ജ്വല്ലറി ഐറ്റംസ് ഇഷ്ടം പോലെ ഉണ്ട്. അപ്പോൾ ഇതുപോലുള്ള ജ്വല്ലറി ഐറ്റംസ് ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് എന്ത് വേണം? ഗോൾഡ് വേണം. ഈ ഗോൾഡ് എവിടെയാണുള്ളത്? നമ്മുടെ എർത്തിൽ, നമ്മുടെ ഭൂമിയിൽ, നമ്മുടെ ചുറ്റുപാടിൽ. അപ്പോൾ ഈ ഗോൾഡ് ആദ്യം മൈൻ ചെയ്ത് എടുത്തിട്ട് പിന്നീടാണ് ഈ ഗോൾഡിനെ എന്തിലോട്ട് കൺവേർട്ട് ചെയ്യുന്നത്? പല പല ഓർണമെൻറ്റ്സിലോട്ട് കൺവേർട്ട് ചെയ്യുന്നത്. ഈ കൺവേർഷൻ നടത്തുന്നത് ആരാണ്? ഈ റിസോഴ്സസ് ഭൂമിയിൽ നിന്ന് എടുക്കുന്നത് ആരാണ്? ഇതെല്ലാം ചെയ്യുന്നത് ആരാണ്? ഇൻഡസ്ട്രീസ് ആണ്. ബിക്കോസ് ദേ ആർ കണക്റ്റഡ് വിത്ത് കൺവേർഷൻ ഓഫ് റിസോഴ്സസ് ഇൻ ടു യൂസ്ഫുൾ പ്രോഡക്ട്സ്. ഇൻഡസ്ട്രീസ് ആണ് നമ്മുടെ ചുറ്റുപാടിൽ നിന്ന്, റിസോഴ്സസിൽ നിന്ന് എന്ത് ചെയ്യുന്നത്?
പ്രോഡക്ട്സിനെ എടുത്ത് മറ്റൊരു പ്രോഡക്ട്സിലോട്ട് കൺവേർട്ട് ചെയ്യുന്നത്. ഇതാണ് ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാൽ. ഈ ഇൻഡസ്ട്രിയെ മെയിനായിട്ട് 3ആയിട്ടാണ് ക്ലാസിഫൈ ചെയ്യുന്നത്: പ്രൈമറി ഇൻഡസ്ട്രി, സെക്കൻഡറി ഇൻഡസ്ട്രി, ടെർഷ്യറി ഇൻഡസ്ട്രി. പ്രാഥമിക വ്യവസായം, ദ്വിതീയ വ്യവസായം, തൃതീയ വ്യവസായം. അപ്പോൾ ഇതിൽ ആദ്യം നമുക്ക് പ്രൈമറി ഇൻഡസ്ട്രി എന്താണെന്ന് പഠിക്കാം. പ്രൈമറി ഇൻഡസ്ട്രി എന്നാൽ പ്രാഥമിക വ്യവസായം അല്ലെങ്കിൽ അഗ്രികൾച്ചർ സെക്ടർ. എന്താണ് പ്രൈമറി ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാൽ? പ്രാഥമികം, ആദ്യത്തേത്. അപ്പോൾ പ്രൈമറി ഇൻഡസ്ട്രി എന്താണെന്ന് മനസ്സിലാക്കുന്നതിന് മുൻപ് നിങ്ങൾ 2 വാക്ക് ഇവിടെ അറിഞ്ഞിരിക്കണം. ഒന്ന് എക്സ്ട്രാക്ഷൻ, 2 ഡെവലപ്മെൻറ്റ്. എക്സ്ട്രാക്ഷൻ എന്ന് പറയുന്നത് എന്താണ്? വേർതിരിക്കുക. എന്താണ് വേർതിരിക്കുന്നത്? പ്രോഡക്ട്സ് ആണ് വേർതിരിക്കുന്നത്, അല്ലെങ്കിൽ ഉൽപ്പന്നങ്ങളാണ് വേർതിരിക്കുന്നത്. എവിടെ നിന്നാണ് വേർതിരിക്കുന്നത്? നമ്മുടെ ചുറ്റുപാടിൽ നിന്ന്. നിങ്ങളുടെ കയ്യിൽ ഞാനൊരു കുറച്ച് അരി തരികയാണ്. ഈ അരി തന്നിട്ട് ആ അരിയിൽ കുറച്ച് കല്ലുകൂടി ഇടുകയാണ്. നിങ്ങളടുത്ത് പറയാണ് ഈ അരി ഉപയോഗിക്കാൻ പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾ ചെയ്യുന്നത് ആദ്യം ഈ അരിയിൽ നിന്ന് കല്ലിനെ എക്സ്ട്രാക്ട് ചെയ്യും, അല്ലെങ്കിൽ കല്ലിനെ മാറ്റും. എന്നിട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള പ്രോഡക്ട്സ് നിങ്ങൾ എടുക്കും. ഇതാണ് എക്സ്ട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ. വേറൊരു കാര്യം പറഞ്ഞാൽ, നിങ്ങളുടെ വീടിൻ്റെ ഫ്രണ്ടിൽ ഒരു പേരയ്ക്ക മരമുണ്ട്. നിങ്ങൾക്ക് ആ പേരയ്ക്ക കഴിക്കണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? ആ പേരയ്ക്കയെ ആ മരത്തിൽ നിന്ന് എക്സ്ട്രാക്ട് ചെയ്യുക, അല്ലെങ്കിൽ വേർപ്പെടുത്തി എടുക്കും. എന്നിട്ടാണ് നിങ്ങൾ ആ പേരയ്ക്ക കഴിക്കുന്നത്. അല്ലാതെ നിങ്ങൾ ഒരിക്കലും മരത്തിൽ പോയിട്ട് മരത്തിൽ നിന്ന് കടിച്ച് തിന്നാറില്ല. അവിടെ നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? നിങ്ങൾക്ക് ആവശ്യമുള്ള പ്രോഡക്ട്സ് നിങ്ങളുടെ എൻവയോൺമെൻറ്റിൽ എന്താണ് വേർതിരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്, എക്സ്ട്രാക്ട് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത്. അതാണ് എക്സ്ട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ. 2ാമത്തെ വാക്കാണ് ഡെവലപ്മെൻറ്റ്. ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മളുടെ മീനിങ് എന്ന് പറഞ്ഞാൽ വളർത്തുക, വളർത്തിയെടുക്കുക എന്നാണ്. എന്താണ് വളർത്തുന്നത്? നമുക്കറിയാം, ജീവനുള്ളവയെ മാത്രമേ വളർത്താൻ സാധിക്കൂ: മൃഗങ്ങൾ, സസ്യങ്ങൾ. അപ്പോൾ പ്രൈമറി ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാൽ ഈ 2 വാക്കുകളിലാണ് ഇരിക്കുന്നത്. അതായത് ഒന്ന് എക്സ്ട്രാക്ഷനും മറ്റൊന്ന് ഡെവലപ്മെൻറ്റും. അതായത് പ്രൈമറി ഇൻഡസ്ട്രീസ് ആർ കണക്റ്റഡ് വിത്ത് എക്സ്ട്രാക്ഷൻ ആൻഡ് ഡെവലപ്മെൻറ്റ് ഓഫ് ലിവിങ് ഓർഗാനിസം ആൻഡ് പ്ലാന്റ്സ്. അതായത് പ്രോഡക്ട്സിനെ നാച്ചുറൽ റിസോഴ്സിൽ നിന്ന് വേർതിരിക്കുന്നതും മൃഗങ്ങളെയും സസ്യങ്ങളെയും വളർത്തുന്നതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന വ്യവസായത്തിനെ വിളിക്കുന്ന പേരാണ് പ്രൈമറി ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാൽ. ഇവിടെ 2 പ്രവൃത്തികൾ വരുന്നുണ്ട്: ഒന്ന് എക്സ്ട്രാക്ഷനും മറ്റൊന്ന് ഡെവലപ്മെൻറ്റും. അതുകൊണ്ട് തന്നെ പ്രൈമറി ഇൻഡസ്ട്രിയെ വീണ്ടും 2ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം: ഒന്ന് എക്സ്ട്രാക്റ്റീവ് ഇൻഡസ്ട്രി, 2 ജനറ്റിക് ഇൻഡസ്ട്രി. എക്സ്ട്രാക്ഷൻ ചെയ്യുന്നതാണ് എക്സ്ട്രാക്റ്റീവ് ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാൽ. അപ്പോൾ ആദ്യം നമുക്ക് എന്താണ് എക്സ്ട്രാക്റ്റീവ് ഇൻഡസ്ട്രി എന്ന് നോക്കാം. എക്സ്ട്രാക്റ്റീവ് ഇൻഡസ്ട്രി എന്താണെന്ന് പറയുന്നതിന് മുൻപ് നിങ്ങൾക്ക് എക്സ്ട്രാക്റ്റീവ് ഇൻഡസ്ട്രിയിൽ വരുന്ന എക്സാമ്പിൾ ആദ്യം പറഞ്ഞു തരാം. ഫാമിംഗ്, കൃഷി; ഹണ്ടിങ്, വേട്ടയാടുന്നത്; ലംബറിങ് എന്ന് പറഞ്ഞാൽ മരം വെട്ടുന്നത്; ഫിഷിംഗ്, മീൻ പിടിക്കുന്നത്; മൈനിങ്, ഖനനം ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ മൈനിങ് ആയാലും ഫിഷിംഗ് ആയിരുന്നാലും ലംബറിങ് ആയിരുന്നാലും ഇവിടെ എന്താണ് ഇവർ ചെയ്യുന്നത്? നമ്മുടെ എൻവയോൺമെൻറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സസിനെ എന്ത് ചെയ്യുന്നു? എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്നു. മീൻപിടുത്തം, എവിടെ പോയി മീൻ പിടിക്കുന്നു? പുഴയിലോ കടലിലോ പോയി മീൻ പിടിക്കുന്നു. അവിടെ ആരും പോയി മീനിനെ വളർത്തുന്നതല്ല. അവിടെ നമുക്ക് ലഭ്യമായ റിസോഴ്സിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? എടുക്കുകയാണ് ചെയ്യുന്നത്. ഇതാണ് എക്സ്ട്രാക്റ്റീവ് ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാൽ. അപ്പോൾ എക്സ്ട്രാക്റ്റീവ് ഇൻഡസ്ട്രി ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ദേ ആർ എക്സ്ട്രാക്ട് പ്രോഡക്റ്റ് ഫ്രം നാച്ചുറൽ റിസോഴ്സസ് ഓർ ഡയറക്ട്ലി ഫ്രം എർത്ത്. അതായത് ഭൂമിയിൽ നിന്ന് നേരിട്ടോ അല്ലെങ്കിൽ നമ്മുടെ നാച്ചുറൽ റിസോഴ്സിൽ നിന്ന് എന്ത് ചെയ്യുന്നു? പ്രോഡക്ട്സിനെ വേർതിരിച്ചെടുക്കുന്ന ഇൻഡസ്ട്രീസിനെ വിളിക്കുന്ന പേരാണ് എക്സ്ട്രാക്റ്റീവ് ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാൽ. അതിന് എക്സാമ്പിളാണ് മൈനിങ്, ഹണ്ടിങ്, ഫിഷിംഗ്, ലംബറിങ്, ഫാമിംഗ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ പ്രൈമറി ഇൻഡസ്ട്രിയിൽ 2ാമത്തെ ഇൻഡസ്ട്രിയാണ് ജനറ്റിക് ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാൽ. ജനറ്റിക് ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു വാക്ക് ആലോചിച്ചാൽ മാത്രം മതി: ഡെവലപ്മെൻറ്റ് ഓഫ് ലിവിങ് ഓർഗാനിസം. എന്താണ് ലിവിങ് ഓർഗാനിസം എന്ന് പറഞ്ഞാൽ? ജീവനുള്ളവ. ജീവനുള്ളതെന്ന് പറഞ്ഞാൽ മൃഗങ്ങൾ, സസ്യങ്ങൾ. മൃഗങ്ങളെയും സസ്യങ്ങളെയും വളർത്തുന്ന വ്യവസായമാണ് ജനറ്റിക് ഇൻഡസ്ട്രി. എന്തിനു വേണ്ടിയാണ് വീണ്ടും വളർത്തുന്നത്? പുനരുൽപാദനത്തിന് വേണ്ടിയിട്ട്, അതായത് ഫർദർ റീപ്രൊഡക്ഷന് വേണ്ടിയിട്ട് സസ്യങ്ങളെയും മൃഗങ്ങളെയും വളർത്തുന്ന വ്യവസായത്തിനെ വിളിക്കുന്ന പേരാണ് ജനറ്റിക് ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാൽ. അതായത് ബ്രീഡിംഗ് പ്ലാന്റ്സ് ആൻഡ് അനിമൽ ഫോർ ദെയർ ഫർദർ റീപ്രൊഡക്ഷൻ. പുനരുൽപാദനത്തിന് വേണ്ടിയിട്ട് സസ്യങ്ങളെയും മൃഗങ്ങളെയും വളർത്തുന്ന വ്യവസായത്തിനെ വിളിക്കുന്ന പേരാണ് ജനറ്റിക് ഇൻഡസ്ട്രി. അതിലൊന്ന് ഫിഷ് ഹാച്ചറി, അതായത് മീൻ വളർത്തൽ. പിന്നെ കാറ്റിൽ ബ്രീഡിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? കന്നുകാലി വളർത്തൽ. പൗൾട്രി ഫോംസ് എന്ന് പറയുന്നതാണ് കോഴി വളർത്തൽ. അപ്പോൾ ഇവിടെ ജനറ്റിക് ഇൻഡസ്ട്രിയിൽ എല്ലാം എന്ത് ചെയ്യാണ്? വളർത്തുകയാണ് ചെയ്യുന്നത്. ഇതാണ് പ്രൈമറി ഇൻഡസ്ട്രി എന്ന് പറഞ്ഞത്. അപ്പോൾ പ്രൈമറി ഇൻഡസ്ട്രിയെ മെയിനായിട്ട് എത്രയായിട്ടാണ് ക്ലാസിഫൈ ചെയ്യുന്നത്? 2ആയിട്ടാണ് ക്ലാസിഫൈ ചെയ്യുന്നത്.
എക്സ്ട്രാക്റ്റീവ് ഇൻഡസ്ട്രി എന്നും ജനറ്റിക് ഇൻഡസ്ട്രി എന്നും. എക്സ്ട്രാക്റ്റീവ് ജനറ്റിക് ഇൻഡസ്ട്രിയും കൂടി ചേരുന്നതാണ് പ്രൈമറി ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാൽ. അപ്പോൾ നമുക്ക് അടുത്ത ഇൻഡസ്ട്രിയിലോട്ട് പോകാം, സെക്കൻഡറി ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാൽ. നിങ്ങൾ പ്രൈമറി ഇൻഡസ്ട്രിയിൽ ശ്രദ്ധിച്ച് കാണും, പ്രൈമറി ഇൻഡസ്ട്രിയിലൊന്നും പുതുതായിട്ട് ഉണ്ടാക്കുന്നില്ല. അതായത് ഒരു പ്രോഡക്റ്റിൽ നിന്ന് മറ്റൊരു പ്രോഡക്റ്റിലോട്ട് കൺവേർഷൻ നടക്കുന്നില്ല. പ്രൈമറി ഇൻഡസ്ട്രി ചെയ്യുന്നത് എന്താണ്? പ്രോഡക്ട്സിനെ നാച്ചുറൽ നിന്ന് ഒന്നുകിൽ എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്നു, വേർതിരിച്ചെടുക്കുന്നു, അല്ലെങ്കിൽ വളർത്തിയെടുക്കുകയാണ് ചെയ്യുന്നത്. അല്ലാതെ ഒരു പ്രോഡക്റ്റിൽ നിന്ന് മറ്റൊരു പ്രോഡക്റ്റിലോട്ട് കൺവേർട്ട് ചെയ്യുന്നില്ല. അപ്പോൾ അതാണ് നമ്മുടെ സെക്കൻഡറി ഇൻഡസ്ട്രി ചെയ്യുന്നത്. അതായത് പ്രൈമറി ഇൻഡസ്ട്രിയിൽ നിന്ന് കിട്ടിയ മെറ്റീരിയൽസിനെ മറ്റൊരു പ്രോഡക്റ്റിലോട്ട് കൺവേർട്ട് ചെയ്യുന്നതാണ് ആര് ചെയ്യുന്നത്? നമ്മുടെ സെക്കൻഡറി ഇൻഡസ്ട്രീസ് ചെയ്യുന്നത്. ദേ ആർ കൺവേർട്ടിങ് റോ മെറ്റീരിയൽ ഇൻറ്റു ഫിനിഷ്ഡ് പ്രോഡക്ട്സ്. സെക്കൻഡറി ഇൻഡസ്ട്രി എന്താണ് ചെയ്യുന്നത്? നമ്മുടെ പ്രൈമറി ഇൻഡസ്ട്രിയിൽ നിന്ന് കിട്ടുന്ന മെറ്റീരിയൽസിനെ എന്തിലോട്ട് കൺവേർട്ട് ചെയ്യുന്നു? ഫിനിഷ്ഡ് പ്രോഡക്ട്സിലോട്ട് കൺവേർട്ട് ചെയ്യുന്നു. ഒരു ഉദാഹരണം പറയാം. നമുക്കറിയാം ചെയർ, വുഡൻ ചെയർ, മരത്തിലുള്ള കസേര. അപ്പോൾ മരത്തിലുള്ള കസേര ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് എന്ത് വേണം? തടി വേണം. തടി വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? മരം വേണം. അപ്പോൾ മരം, തടി, കസേര. അപ്പോൾ കസേര എന്ന് പറയുന്നത് ഫിനിഷ്ഡ് പ്രോഡക്റ്റ്സ് ആണ്. അപ്പോൾ ഈ ഫിനിഷ്ഡ് പ്രോഡക്റ്റ്സ് കിട്ടണമെങ്കിൽ നമുക്ക് എന്ത് വേണം? തടി വേണം. തടി എടുക്കുന്നത്, അതായത് മരം വെട്ടി തടി ഉണ്ടാക്കുന്നത് ഏത് ഇൻഡസ്ട്രിയാണ്? പ്രൈമറി ഇൻഡസ്ട്രീസ് ആണ്. അപ്പോൾ പ്രൈമറി ഇൻഡസ്ട്രി വഴി മരത്തിനെ തടിയാക്കിയതിന് ശേഷമാണ് സെക്കൻഡറി ഇൻഡസ്ട്രി ഈ തടിയെ ചെയറിലോട്ട് കൺവേർട്ട് ചെയ്യുന്നത്. ഇപ്പോൾ തടി ഈ കസേര മാത്രമല്ല ഉണ്ടാക്കുന്നത്, കട്ടിലുണ്ടാക്കാം, വേറെ കുറച്ച് ഫർണിച്ചേഴ്സ് എല്ലാം ഉണ്ടാക്കാം. അപ്പോൾ എന്തുണ്ടാക്കാനാണെങ്കിൽ നമ്മുടെ മെറ്റീരിയൽ ആവശ്യമാണ്. എന്ത് മെറ്റീരിയലാണ്? തടി എന്ന് പറയുന്ന മെറ്റീരിയൽ ആവശ്യമാണ്. ഈ മെറ്റീരിയൽ കൊടുക്കുന്നത് എവിടെ നിന്നാണ്? പ്രൈമറി ഇൻഡസ്ട്രിയിൽ നിന്നാണ്. അപ്പോൾ സെക്കൻഡറി ഇൻഡസ്ട്രി എന്താ ചെയ്യുന്നത്? പ്രൈമറി ഇൻഡസ്ട്രിയിൽ നിന്ന് കിട്ടുന്ന മെറ്റീരിയൽസിനെ വേറെ ഒരു പ്രോഡക്ട്സിലോട്ട്, അതായത് ഫിനിഷ്ഡ് പ്രോഡക്ട്സിലോട്ട് കൺവേർട്ട് ചെയ്യുന്നു. അപ്പോൾ സെക്കൻഡറി ഇൻഡസ്ട്രീസിൽ 2 പ്രവൃത്തികൾ വരുന്നുണ്ട്. ഒന്ന് കൺവേർഷനും, 2 കൺസ്ട്രക്ഷനും. ഒന്ന് കൺവേർഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? മാറ്റുന്നു, ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് മാറ്റുന്നു. കൺസ്ട്രക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നിർമ്മിക്കുന്നു. അതുകൊണ്ട് തന്നെ കൺവേർഷൻ പ്രക്രിയ ചെയ്യുന്ന ഇൻഡസ്ട്രീസിനെ മാനുഫാക്ചറിങ് ഇൻഡസ്ട്രി എന്നും കൺസ്ട്രക്ഷൻ പ്രക്രിയ ചെയ്യുന്നതിനെ കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രീസ് എന്നും പറയുന്നു. അപ്പോൾ വീണ്ടും സെക്കൻഡറി ഇൻഡസ്ട്രീസിനെ 2 ആയിട്ട് തിരഞ്ഞെടുക്കാം, മാനുഫാക്ചറിങ് ഇൻഡസ്ട്രി എന്നും കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രി എന്നും. അതിലാദ്യം മാനുഫാക്ചറിങ് ഇൻഡസ്ട്രി. മാനുഫാക്ചറിങ് ഇൻഡസ്ട്രി എന്താണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞത് തന്നെയാണ് മാനുഫാക്ചറിങ് ഇൻഡസ്ട്രി എന്ന് പറഞ്ഞത്. അതായത് കൺവേർട്ടിങ് റോ മെറ്റീരിയൽ ഇൻറ്റു ഫിനിഷ്ഡ് പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ അസംസ്കൃത വസ്തുക്കളെ ഉപഭോക്താവിന് ഉപയോഗിക്കാൻ തക്കത്തിലുള്ള പാകത്തിലുള്ള വസ്തുവായിട്ട് മാറ്റുന്ന വ്യവസായത്തിന് വിളിക്കുന്ന പേരാണ് മാനുഫാക്ചറിങ് ഇൻഡസ്ട്രി. നമ്മൾ നേരത്തെ പറയുന്നതാണ് ചെയർ എന്ന് പറഞ്ഞാൽ ഫിനിഷ്ഡ് പ്രോഡക്ട്സ് ആണ്. ചെയറിൻ്റെ റോ മെറ്റീരിയൽ, അതായത് അസംസ്കൃത വസ്തു എന്ന് പറഞ്ഞാൽ എന്താണ്? തടിയാണ് അസംസ്കൃത വസ്തു. അപ്പോൾ തടിയിൽ നിന്ന് ചെയറിലോട്ട് കൺവേർട്ട് ചെയ്യുന്ന ഇൻഡസ്ട്രിയാണ് എന്ന് പറഞ്ഞാൽ മാനുഫാക്ചറിങ് ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാൽ. ഈ മാനുഫാക്ചറിങ് ഇൻഡസ്ട്രിയെ ഇവിടെ 4 ആയിട്ട് സബ് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. അത് ഏതൊക്കെയെന്ന് പറഞ്ഞാൽ 1 അനലിറ്റിക്കൽ ഇൻഡസ്ട്രി, 2 സിന്തറ്റിക്കൽ ഇൻഡസ്ട്രി, 3 പ്രോസസ്സിംഗ് ഇൻഡസ്ട്രി, 4 അസംബ്ലിംഗ് ഇൻഡസ്ട്രി. അതിൽ ആദ്യത്തേത് അനലിറ്റിക്കൽ ഇൻഡസ്ട്രി. അനലിറ്റിക്കൽ ഇൻഡസ്ട്രി എന്താണെന്ന് പറഞ്ഞാൽ നമ്മളൊരു വാക്ക് ഇവിടെ അറിഞ്ഞിരിക്കണം. അനാലിസിസ്, വിശകലനം, സപ്പറേറ്റ്സ്, വേർതിരിക്കുക, ഇതെല്ലാം നമ്മൾ അറിഞ്ഞിരിക്കണം. ഇപ്പോൾ അനാലിസിസ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമുക്ക് നന്നായിട്ട് അറിയാം. ഇപ്പോൾ ഒരു കൊച്ചുകുട്ടി, ആ കുട്ടിയുടെ ഫ്രണ്ടിൽ, ഒരു 6 വയസ്സായ കുട്ടി, ആ കുട്ടിയുടെ ഫ്രണ്ടിൽ നമ്മൾ നല്ലൊരു കാർ കൊണ്ട് കൊടുക്കുകയാണ്. അതായത് മോട്ടോറിൽ ഓടുന്ന ഒരു കാർ കൊണ്ട് കൊടുത്താൽ നമ്മുടെ വിചാരം എന്താണ്? ഈ കുട്ടി കാർ നന്നായിട്ട് ഓടിക്കുമെന്നാണ്. പക്ഷെ അങ്ങനെ ഒരിക്കലും സംഭവിക്കുക. പകരം എന്ത് ചെയ്യും? ഉടനെ തന്നെ ഇതിനെ അടിച്ച് പൊട്ടിച്ച് പല പാർട്സ് ആയിട്ട് ആക്കും. എന്നിട്ട് എന്ത് ചെയ്യും? ഓരോ പാർട്സും ആ കുട്ടി വിശകലനം ചെയ്യും, അനാലിസിസ് നടത്തും. ഇതിനകത്ത് എന്താണ് ഉള്ളത്? അതായത് ഈ കുട്ടിയോട് എന്താ ചെയ്യുന്നത്? ആ പ്രോഡക്ട്സിനെ പല പ്രോഡക്ട്സ് ആയിട്ട് മാറ്റുന്നു, അതായത് പല എലമെൻറ്റ്സ് ആയിട്ട് മാറ്റിയിട്ട് ഓരോന്നും എന്ത് ചെയ്ത് പഠിക്കുന്നു. ഇത് തന്നെയാണ് അനലിറ്റിക്കൽ ഇൻഡസ്ട്രിയും ചെയ്യുന്നത്. ഒരു മെറ്റീരിയലിൽ നിന്ന് പല എലമെൻറ്റ്സ് സെപ്പറേറ്റ് ചെയ്യുന്നു. ദേ ആർ സെപ്പറേറ്റ് ഡിഫറെൻറ്റ് എലമെൻറ്റ്സ് ഫ്രം വൺ മെറ്റീരിയൽ ഓർ സെയിം മെറ്റീരിയൽ. ഒരു മെറ്റീരിയലിൽ നിന്ന് തന്നെ പല എലമെൻറ്റ്സ് സെപ്പറേറ്റ് ചെയ്യുന്ന ഇൻഡസ്ട്രിയാണ് അനലിറ്റിക്കൽ ഇൻഡസ്ട്രി എന്ന് പറഞ്ഞത്. ഉദാഹരണം ഓയിൽ റിഫൈനറി. മണ്ണിൽ നിന്ന് കിട്ടുന്ന ക്രൂഡ് ഓയിലിൽ നിന്ന് നമ്മളെന്ത് സെപ്പറേറ്റ് ചെയ്യുന്നു? പെട്രോള്, ഡീസൽ, കെരാസൻ, ഇതെല്ലാം നമ്മൾ എവിടെ നിന്നാണ് സെപ്പറേറ്റ് ചെയ്യുന്നത്? ഈ ക്രൂഡ് ഓയിൽ നിന്നാണ്. അതായത് ഈ ഒരു മെറ്റീരിയൽ നിന്നാണ് ഈ 3 എലമെൻറ്റ്സ് നമ്മൾ എന്ത് ചെയ്യുന്നത്? സെപ്പറേറ്റ് ചെയ്യുന്നത്. ഇത് ചെയ്യുന്നത് ഏത് ഇൻഡസ്ട്രിയാണ്? അനലിറ്റിക്കൽ ഇൻഡസ്ട്രിയാണ്.
രണ്ടാമത്തെ ഇൻഡസ്ട്രിയാണ് സിന്തറ്റിക്കൽ ഇൻഡസ്ട്രി. അനലിറ്റിക്കൽ ഇൻഡസ്ട്രിയുടെ നേരെ ഓപ്പോസിറ്റാണ് സിന്തറ്റിക്കൽ ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാൽ. സിന്തസിസ് എന്ന് പറഞ്ഞാൽ ഒരുമിപ്പിക്കുക എന്നാണ് മീനിങ്. അതായത് നേരത്തെ ആ കുട്ടി ആദ്യം എന്താ ചെയ്യുന്നത്, ആദ്യം ഒരു കാറ് കിട്ടിക്കഴിഞ്ഞാൽ പല പല പാർട്സായിട്ട് മാറ്റും, എന്നിട്ട് എന്താ ചെയ്യുന്നത്, വീണ്ടും ഒരുമിക്കും. അതുപോലെ സിന്തറ്റിക്കൽ ഇൻഡസ്ട്രി എന്താ ചെയ്യുന്നത് പറഞ്ഞാൽ ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കുവാൻ വേണ്ടിയിട്ട് പല ഇൻഗ്രീഡിയൻസും കമ്പൈൻ ചെയ്യുന്നു. ദേ ആർ കമ്പൈനിങ് ഡിഫറെൻറ്റ് ഇൻഗ്രീഡിയൻസ് ടു മേക്ക് എ ന്യൂ പ്രോഡക്റ്റ്. ഒരു പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്നിലധികം ഇൻഗ്രീഡിയൻസിനെ കൂട്ടിച്ചേർക്കുന്ന ഇൻഡസ്ട്രിയാണ് സിന്തറ്റിക്കൽ ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാൽ. ഉദാഹരണം സിമെൻറ്റ്. മൂന്നാമത്തെ ഇൻഡസ്ട്രിയാണ് പ്രോസസ്സിംഗ് ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാൽ. ഇത് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ ഒരു ഉദാഹരണം പറയാം. പേപ്പർ എങ്ങനെയാണ് ഉൽപ്പാദിപ്പിക്കുന്നത്? പേപ്പർ ഉൽപ്പാദിപ്പിക്കുന്നത് ആദ്യം മുള എന്ത് ചെയ്യുന്നു, വെട്ടിയിട്ട് അതിനെ അരയ്ക്കുന്നു, ഉണക്കുന്നു, പിന്നെ പേപ്പറായിട്ട് കൺവേർട്ട് ചെയ്യുന്നു. ഇപ്പോൾ തന്നെ 4 സ്റ്റേജസ് ഇവിടെ ഉണ്ട്. വെട്ടുന്നു, അരയ്ക്കുന്നു, ഉണക്കുന്നു, പേപ്പറിലോട്ട് കട്ട് ചെയ്യുന്നു. അങ്ങനെ ഓരോ സ്റ്റേജ് ബൈ സ്റ്റേജ് പോയാൽ മാത്രമേ എന്തുണ്ടാവും, നമ്മൾ ഉദ്ദേശിക്കുന്ന പ്രോഡക്റ്റ്സ് കിട്ടും. ഇങ്ങനെ ഒരുപാട് പ്രോസസ്സിങ്ങിലൂടെ ഒരു പ്രോഡക്റ്റ് ഉൽപ്പാദിപ്പിക്കുന്നുണ്ടെങ്കിൽ അത്തരം ഇൻഡസ്ട്രീസിനെ വിളിക്കുന്ന പേരാണ് പ്രോസസ്സിംഗ് ഇൻഡസ്ട്രീസ് എന്ന് പറഞ്ഞു. അതായത് വിച്ച് ഇൻക്ലൂഡ് സക്സസീവ് സ്റ്റേജസ് ഫോർ പ്രൊഡ്യൂസിങ് എ പ്രോഡക്ട്സ്. ഒരു പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ ഒരുപാട് സ്റ്റേജസ് ഇവിടെ ഉണ്ട്. ഉദാഹരണം ഷുഗർ, പഞ്ചസാര ഉൽപ്പാദനം, പേപ്പർ, ഇതെല്ലാം ഏതിന് ഉദാഹരണമാണ്? പ്രോസസ്സിംഗ് ഇൻഡസ്ട്രിക്ക് ഉദാഹരണമാണ്. നാലാമത്തെ ഇൻഡസ്ട്രിയാണ് അസംബ്ലിംഗ് ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാൽ. ഇത് വളരെ എളുപ്പമാണ്. നമ്മുടെ വീട്ടിലെ കമ്പ്യൂട്ടർ ശ്രദ്ധിച്ചാൽ മതിയാവും. കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്? മോണിറ്റർ, CPU, മൗസ്, കീബോർഡ്, ഇവയെല്ലാം പല പല പാർട്സാണ്. നമ്മൾ കമ്പ്യൂട്ടറിൽ നിന്നൊരു പ്രോഡക്റ്റ് കിട്ടണമെങ്കിൽ ഈ പാർട്സിനെ എല്ലാം എന്ത് ചെയ്യണം? ഒരുമിച്ച് ചേർക്കണം, അസംബിൾ ചെയ്യണം. ഇങ്ങനെ ഒരു പുതിയ പ്രോഡക്റ്റ് ഉണ്ടാക്കുവാൻ വേണ്ടിയിട്ട് പല പാർട്സിനെ അസംബിൾ ചെയ്യുന്ന ഇൻഡസ്ട്രീസാണ് അസംബ്ലിംഗ് ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാൽ. ഈ ഓരോ പാർട്ടും വേറെ ബിസിനസ് സ്ഥാപനത്തിൻ്റെ എന്തായിരിക്കാം? പ്രോഡക്ട്സ് ആയിരിക്കും. ഇവിടെ നിന്ന് ഓരോ പ്രോഡക്ട്സ് വാങ്ങിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു കുടക്കീഴിൽ കൊണ്ടുവന്ന് അത് അസംബിൾ ചെയ്ത് ഒരു പുതിയ പ്രോഡക്ട്സ് ഉണ്ടാക്കുന്ന ഇൻഡസ്ട്രിയാണ് അസംബ്ലിംഗ് ഇൻഡസ്ട്രീസ് എന്ന് പറഞ്ഞാൽ. ദെയർ അസംബിൾസ് ഡിഫറൻറ്റ് പാർട്സ് ടു മേക്ക് എ ന്യൂ പ്രോഡക്റ്റ്. ഒരു പുതിയ പ്രോഡക്ട്സ് ഉണ്ടാക്കുവാൻ വേണ്ടിയിട്ട് പല പല പാർട്സിനെ ഒരുമിച്ച് ചേർക്കുന്ന ഇൻഡസ്ട്രീസാണ് അസംബ്ലിംഗ് ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാൽ. ഉദാഹരണം കമ്പ്യൂട്ടർ, ടെലിവിഷൻ എല്ലാം ഇതിനകത്ത് വരുന്നതാണ്, ഈ അസംബ്ലിംഗ് ഇൻഡസ്ട്രിയിൽ വരുന്നതാണ്. അപ്പോൾ ഇത്രയുമാണ് മാനുഫാക്ചറിങ് ഇൻഡസ്ട്രീസിൻ്റെ സബ് ക്ലാസിഫിക്കേഷൻ. അപ്പോൾ മാനുഫാക്ചറിങ് ഇൻഡസ്ട്രിയുടെ സബ് ക്ലാസിഫിക്കേഷൻ ഏതൊക്കെയാണ്? അനലിറ്റിക്കൽ ഇൻഡസ്ട്രി, സിന്തറ്റിക്കൽ ഇൻഡസ്ട്രി, പ്രോസസ്സിംഗ് ഇൻഡസ്ട്രി ആൻഡ് അസംബ്ലിംഗ് ഇൻഡസ്ട്രി. ഇനി സെക്കൻഡറി ഇൻഡസ്ട്രിയിലെ രണ്ടാമത്തെ ക്ലാസിഫിക്കേഷനാണ് കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാൽ. കൺസ്ട്രക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നിർമ്മാണം. എന്താണ് നിർമ്മിക്കുന്നത്? റോഡ്, ഡാം, ബ്രിഡ്ജ്, ബിൽഡിംഗ്, ഇതെല്ലാം നിർമ്മിക്കുന്ന ഇൻഡസ്ട്രിയെ വിളിക്കുന്ന പേരാണ് കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രി എന്ന് പറഞ്ഞു. അപ്പോൾ കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രീസ് ആർ റിലേറ്റഡ് ടു കൺസ്ട്രക്ഷൻ ഓഫ് റോഡ്, ഡാം, ബ്രിഡ്ജ് ആൻഡ് ബിൽഡിംഗ് എക്സെട്ര. അപ്പോൾ ഇത്രയുമാണ് പ്രൈമറി ഇൻഡസ്ട്രിയും സെക്കൻഡറി ഇൻഡസ്ട്രിയും. അപ്പോൾ നമ്മൾ പ്രൈമറി ഇൻഡസ്ട്രി എന്താണെന്ന് പഠിച്ചു, സെക്കൻഡറി ഇൻഡസ്ട്രി എന്താണെന്ന് പഠിച്ചു, അവയുടെ ക്ലാസിഫിക്കേഷൻ നോക്കി. അപ്പോൾ നമുക്ക് മനസ്സിലായി കാണും, ഈ പ്രൈമറി ഇൻഡസ്ട്രീസിനും സെക്കൻഡറി ഇൻഡസ്ട്രീസിനും പ്രവർത്തനങ്ങൾ ശരിയായി ചെയ്യണമെങ്കിൽ ഇവർക്ക് ഒരു സപ്പോർട്ട് സർവീസ് ആവശ്യമാണ്. ഇപ്പോൾ മതിയായ സമയത്ത് ഫണ്ട് വേണം, പൈസ വേണം, ക്യാഷ് വേണം. ആ ക്യാഷ് നമ്മൾ എവിടെ പോയി ലോണായിട്ട് എടുക്കും? ബാങ്കിൽ നിന്ന് ലോണായിട്ട് എടുക്കും. ഇപ്പോൾ റിസ്ക് കവർ ചെയ്യാൻ എന്താണ്? ഇൻഷുറൻസ് വേണം, ട്രാൻസ്പോർട്ടേഷൻ, വെയർ ഹൗസ്, ഇങ്ങനെ പല പല സപ്പോർട്ട് സർവീസ് ഈ പ്രൈമറി ഇൻഡസ്ട്രീസിനും സെക്കൻഡറി ഇൻഡസ്ട്രീസിനും ആവശ്യമാണ്. ഈ സപ്പോർട്ട് സർവീസ് കൊടുക്കുന്ന ഇൻഡസ്ട്രിയാണ് നമ്മുടെ ടേർഷ്യറി ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാൽ, അതായത് സർവീസ് സെക്ടർ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ടേർഷ്യറി ഇൻഡസ്ട്രി എന്താണ് ചെയ്യുന്നത്? ദേ ആർ പ്രൊവൈഡിങ് സപ്പോർട്ട് സർവീസസ് ടു പ്രൈമറി ഇൻഡസ്ട്രീസ് ആൻഡ് സെക്കൻഡറി ഇൻഡസ്ട്രി. അതായത് പ്രൈമറി ഇൻഡസ്ട്രീസിനും സെക്കൻഡറി ഇൻഡസ്ട്രീസിനും വേണ്ടിയിട്ട് സപ്പോർട്ട് സർവീസ് കൊടുക്കുന്ന ഇൻഡസ്ട്രിയാണ് എന്നു പറഞ്ഞാൽ ടേർഷ്യറി ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാൽ. ഈ ടേർഷ്യറി ഇൻഡസ്ട്രീസിനകത്ത് വരുന്നതാണ് ബാങ്കിങ്, ഇൻഷുറൻസ്, ട്രാൻസ്പോർട്ടേഷൻ, വെയർ ഹൗസിംഗ്, പാക്കേജിങ്, ഇതെല്ലാം ഇതിനകത്ത് വരുന്നതാണ്, ടേർഷ്യറി ഇൻഡസ്ട്രീസിനകത്ത് വരുന്നതാണ്. ഈ ടേർഷ്യറി ഇൻഡസ്ട്രിക്കകത്ത് വരുന്ന ഇവയെ നമ്മുടെ കൊമേഴ്സിലും എന്ത് ചെയ്യുന്നുണ്ട്? ഇത് വീണ്ടും അവിടെ പഠിക്കാനുള്ളത് കൊണ്ടാണ് ഇവിടെ നമ്മൾ എന്ത് ചെയ്യാത്ത കാരണം എക്സ്പ്ലെയിൻ ചെയ്യാത്തതിന് കാരണം ഇതിനെ കൊമേഴ്സിൽ പറയുന്നത് എന്താണ്? എയ്ഡ്സ് ടു ട്രേഡ് എന്നാണ് പറയുന്നത്. അതായത് ബാങ്കിങ്, ഇൻഷുറൻസ്, ട്രാൻസ്പോർട്ടേഷൻ, ഇതിനെയെല്ലാം കൊമേഴ്സിൽ പറയുന്നത് എന്താണ്? എയ്ഡ്സ് ടു ട്രേഡ് അല്ലെങ്കിൽ ആക്സിലറീസ് ടു ട്രേഡ് എന്നാണ്. അപ്പോൾ ഇതെല്ലാം അവിടെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് പഠിക്കുന്നത് കൊണ്ട് ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നില്ല, ഇതിനെയൊന്നും എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. അപ്പോൾ ഇത്രയുമാണ് ഇൻഡസ്ട്രീസിൻ്റെ ക്ലാസിഫിക്കേഷൻസ്.
അപ്പോൾ നിങ്ങൾക്ക് ഈ ക്ലാസിഫിക്കേഷൻസ് എല്ലാം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നമുക്ക് ഇതെല്ലാം ഒന്നുകൂടി ചുരുക്കി നോക്കാം. അപ്പോൾ ബിസിനസ് ആക്ടിവിറ്റീസിനെ രണ്ടായി ക്ലാസിഫൈ ചെയ്യുന്നു, ഇൻഡസ്ട്രി എന്നും കൊമേഴ്സ് എന്നും. ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാൽ എന്താണ്? ദേ ആർ കണക്റ്റഡ് വിത്ത് പ്രൊഡക്ഷൻ ഓഫ് ഗുഡ്സ് ഓർ റോ മെറ്റീരിയൽ. റോ മെറ്റീരിയലോ സാധനങ്ങളോ ഉൽപ്പാദിപ്പിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നതാണ് ഇൻഡസ്ട്രി എന്ന് പറഞ്ഞത്. അപ്പോൾ ഇൻഡസ്ട്രിയെ മെയിനായിട്ട് മൂന്നായിട്ടാണ് ക്ലാസിഫൈ ചെയ്യുന്നത്. പ്രൈമറി ഇൻഡസ്ട്രി എന്നും, സെക്കൻഡറി ഇൻഡസ്ട്രി എന്നും, ആൻഡ് ടെർഷ്യറി ഇൻഡസ്ട്രി എന്നും. പ്രൈമറി ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രൈമറി ഇൻഡസ്ട്രിക്കകത്ത് എക്സ്ട്രാക്ഷനും ഡെവലപ്മെൻറ്റ് ഓഫ് ലിവിങ് ഓർഗാനിസവുമാണ് ഏതിനകത്തുള്ളത്? നമ്മുടെ പ്രൈമറി ഇൻഡസ്ട്രിക്കകത്തുള്ളത്. അതായത് നമ്മുടെ നാച്ചുറൽ റിസോഴ്സിൽ നിന്ന് പ്രോഡക്ട്സിനെ വേർതിരിക്കുന്നതും സസ്യങ്ങളെയും മൃഗങ്ങളെയും വളർത്തുന്ന വ്യവസായത്തിനെ വിളിക്കുന്ന പേരാണ് പ്രൈമറി ഇൻഡസ്ട്രി. ഇതിൽ എക്സ്ട്രാക്ഷൻ ചെയ്യുന്ന ഇൻഡസ്ട്രിയാണ് എക്സ്ട്രാക്റ്റീവ് ഇൻഡസ്ട്രി. സസ്യങ്ങളെയും മൃഗങ്ങളെയും വളർത്തുന്ന ഇൻഡസ്ട്രീസാണ് ജനറ്റിക് ഇൻഡസ്ട്രി എന്ന് പറയാം. രണ്ടാമത്തത് സെക്കൻഡറി ഇൻഡസ്ട്രി. സെക്കൻഡറി ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാൽ പ്രൈമറി ഇൻഡസ്ട്രിയിൽ നിന്ന് കിട്ടുന്ന മെറ്റീരിയൽസിനെ ഫിനിഷ്ഡ് പ്രോഡക്ട്സ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന ഇൻഡസ്ട്രിയാണ് സെക്കൻഡറി ഇൻഡസ്ട്രി. ഈ സെക്കൻഡറി ഇൻഡസ്ട്രിയെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം: മാനുഫാക്ചറിങ് ഇൻഡസ്ട്രി ആൻഡ് കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രി. മാനുഫാക്ചറിങ് ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാൽ ദേ ആർ കൺവേർട്ടിംഗ് റോ മെറ്റീരിയൽ ഇൻറ്റു ഫിനിഷ്ഡ് പ്രോഡക്ട്സ്. അതായത് അസംസ്കൃത വസ്തുക്കളെ ഫിനിഷ്ഡ് പ്രോഡക്ട്സ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന ഇൻഡസ്ട്രീസാണ് മാനുഫാക്ചറിങ് ഇൻഡസ്ട്രീസ്. ഈ മാനുഫാക്ചറിങ് ഇൻഡസ്ട്രീസിനെ 4 സബ് ക്ലാസിഫിക്കേഷനാണ് ഉള്ളത്. 1 അനലിറ്റിക്കൽ ഇൻഡസ്ട്രി, 2 സിന്തറ്റിക്കൽ ഇൻഡസ്ട്രി, 3 പ്രോസസ്സിംഗ് ഇൻഡസ്ട്രി, 4 അസംബ്ലിംഗ് ഇൻഡസ്ട്രി. അനലിറ്റിക്കൽ ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാൽ ഒരു മെറ്റീരിയലിൽ നിന്ന് പല പല എലമെൻസിനെ സെപ്പറേറ്റ് ചെയ്യുന്ന ഇൻഡസ്ട്രീസാണ് അനലിറ്റിക്കൽ ഇൻഡസ്ട്രി. ഉദാഹരണം ഓയിൽ റിഫൈനറി. സിന്തറ്റിക്കൽ ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാൽ ഒരു ഉൽപ്പന്നം പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടി പല ഇൻഗ്രീഡിയൻസ് ഒരുമിച്ച് കൊണ്ടുവരുന്നതിനെ വിളിക്കുന്ന പേരാണ് സിന്തറ്റിക്കൽ ഇൻഡസ്ട്രീസ്. ഉദാഹരണം സിമെൻറ്റ് പ്രൊഡക്ഷൻ. മൂന്നാമത്തെ ഇൻഡസ്ട്രിയാണ് പ്രോസസ്സിംഗ് ഇൻഡസ്ട്രി. അതായത് ഒരു പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ ഒരുപാട് പ്രോസസ്സിലൂടെ കടന്നു പോകണം. അങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രോഡക്ട്സ് എല്ലാം പ്രോസസ്സിംഗ് ഇൻഡസ്ട്രിയുടെ കീഴിൽ വരുന്നതാണ്. ഉദാഹരണം ഷുഗർ, പേപ്പേഴ്സ്, ഇതിൻ്റെയൊക്കെ പ്രൊഡക്ഷൻസൊക്കെ ഏത് ഇൻഡസ്ട്രിയാണ്? പ്രോസസ്സിംഗ് ഇൻഡസ്ട്രിയാണ്. നാലാമത്തത് അസംബ്ലിംഗ് ഇൻഡസ്ട്രി. അതായത് ഒരു പുതിയ പ്രോഡക്റ്റ് ഉണ്ടാക്കുവാൻ വേണ്ടിയിട്ട് പല പല പാർട്സിനെ അസംബിൾ ചെയ്യുന്ന, അതായത് ഒരു കുടക്കീഴിൽ കൊണ്ടുവരുന്ന ഇൻഡസ്ട്രീസാണ് അസംബ്ലിംഗ് ഇൻഡസ്ട്രി. അടുത്തത് കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രി. കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രീസ് എന്ന് പറഞ്ഞാൽ ഡാം, റോഡ്, ബ്രിഡ്ജ് ഇവയെല്ലാം അതായത് നിർമ്മിക്കുന്ന ഇൻഡസ്ട്രിയാണ് കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രീസ് എന്ന് പറഞ്ഞാൽ. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് പ്രൈമറി ഇൻഡസ്ട്രിക്കും സെക്കൻഡറി ഇൻഡസ്ട്രിക്കും ഒരുപാട് സപ്പോർട്ട് സർവീസ് ആവശ്യമാണ്. അതായത് എന്താണ്? ലോൺസ്, റിസ്ക് കുറയ്ക്കാൻ ഇൻഷുറൻസ്, ട്രാൻസ്പോർട്ടേഷൻ, പാക്കേജിങ്, ഇവയെല്ലാം കൊടുക്കുന്ന ഇൻഡസ്ട്രിയാണ് ടെർഷ്യറി ഇൻഡസ്ട്രി. അതായത് ടെർഷ്യറി ഇൻഡസ്ട്രീസ് പ്രൊവൈഡിങ് സപ്പോർട്ട് സർവീസസ് ടു പ്രൈമറി ഇൻഡസ്ട്രീസ് ആൻഡ് സെക്കൻഡറി ഇൻഡസ്ട്രീസ്. ഇപ്പോൾ ഇൻഡസ്ട്രീസിൻ്റെ ക്ലാസിഫിക്കേഷൻസും സബ് ക്ലാസിഫിക്കേഷൻ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ബിസിനസ് ആക്ടിവിറ്റീസിൻ്റെ ക്ലാസിഫിക്കേഷൻ ഇവിടെ തീരുന്നില്ല. കാരണം കൊമേഴ്സിൻ്റെ ക്ലാസിഫിക്കേഷൻ ഇനിയും ബാക്കിയുണ്ട്. അത് നമ്മൾ അടുത്ത വീഡിയോയിൽ ഉൾപ്പെടുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എന്ത് ചെയ്യുക? ലൈക്ക് ചെയ്യുക. ഇഷ്ടമായില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ, ഈ വീഡിയോയുടെ പോരായ്മകൾ എല്ലാം തന്നെ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്ത വീഡിയോയിലൂടെ കാണുന്നവരെ എല്ലാവർക്കും ബൈ.